ബിഗ് ബോസ് സീസൺ 6 ഡേ 54 ലൈവിലെ ചില കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ മോർണിംഗ് ആക്ടിവിറ്റികളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട എക്സ്ട്രാ സംഭവങ്ങളൊന്നും പേഴ്സണലി ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഓർത്തെടുക്കേണ്ട ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ ഓർമ്മിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ ജയിൽ നോമിനേഷൻ, അതുപോലെ വീക്കെൻഡ് എപ്പിസോഡ് അടുക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ കണ്ടസ്റ്റൻസിന് തമ്മിലുള്ള കലിപ്പ് ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് ബിഗ് ബോസിന്റെ ഒരു രീതിയാണ്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു പാവം മച്ചാനെ പോലെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കൊടുത്ത ഒരു ടാസ്ക്, നിങ്ങൾക്ക് ആരോടെങ്കിലും വലിയ ദേഷ്യം ഉണ്ടായിരുന്നായിരിക്കാം, നിങ്ങൾ ഒത്തിരിയധികം ഹർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നായിരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആ ഒരു ഫീലിംഗ് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടുള്ള അവസരമാണ്. നിങ്ങൾക്ക് അവരോട് സോറി പറഞ്ഞ് ആ ഒരു പ്രശ്നം തീർക്കാനായിട്ടുള്ള അവസരമാണ്. ആക്ച്വലി സോറി പറഞ്ഞ് രമ്യതയിൽ പോവുക എന്നുള്ളതല്ലല്ലോ ബിഗ് ബോസിന്റെ ലക്ഷ്യം. അതല്ല എന്നുള്ളത് നമുക്കറിയാം. അത് വീണ്ടും ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സായിക്ക് പല ഇളവുകളും കൊടുക്കുന്നുണ്ട്. സായിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുത്താൽ മതി. സായി മിടുക്കനായിട്ട് ആദ്യം തന്നെ വന്ന് തൻ്റെ ആ ഒരു ഫീലിംഗ് പറയുകയാണ്. സായി ശ്രീരേഖയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വരുന്ന സമയത്ത് ശ്രീരേഖയെ സായി പോയിസണോട് ഉപമിച്ചിരുന്നു. അപ്പോൾ വിഷം കുത്തിവെക്കുന്ന ഒരാളാണ് എന്നൊക്കെ ഒരു ആക്ടിവിറ്റിയിൽ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് പറയുന്ന ആ ഒരു വേളയിൽ പറയുകയുണ്ടായി. അപ്പോൾ അതിന് ക്ഷമ ചോദിച്ചു. ഇപ്പോൾ ശ്രീരേഖയെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി എന്നൊക്കെ ഉള്ളതാണ് സായി പറയുന്നത്. പിന്നീട് ശ്രീരേഖ വരുന്നു. ശ്രീരേഖ നോറയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവരുടെ ട്രോമകൾ കോമൺ ആയിരുന്നല്ലോ. ബിഗ് ബോസിൽ നമ്മൾ മുൻപേ കണ്ടിട്ടുണ്ട്. വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും, സ്ത്രീകളിൽ ഒരു ഭൂരിപക്ഷം ആളുകൾക്കും ഡൊമസ്റ്റിക് വയലൻസിന്റെ ചില ഓർമ്മകളുണ്ട്. അപ്പോൾ ആ ഒരു ട്രോമയെ ശ്രീരേഖ വില കുറച്ച് കണ്ടു എന്നുള്ള ഒരു ആക്ഷേപം നോറയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രീരേഖ അഫക്റ്റ് ചെയ്തു, അത് ഹേർട്ട് ചെയ്തു. എന്നാൽ നോറയോട് സോറി ചോദിക്കുകയും പറയുകയൊക്കെയാണ് ശ്രീരേഖ ഇവിടെ ചെയ്യുന്നത്. അഭിഷേക് ശ്രീകുമാറാണ് വരുന്നത്. അഭിഷേകിനെ നമുക്കറിയാം. അഭിഷേക് വളരെയധികം പ്ലാൻ ചെയ്താണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള പൊളിറ്റിക്സ് ആയിരുന്നു. അപ്പോൾ അത് ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഇഷ്ടമാവില്ല എന്നറിഞ്ഞിട്ടാണ് അഭിഷേക് ഹൗസിലേക്ക് വരുന്നത്. അത് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ എല്ലാ ആൾക്കാരും തനിക്കെതിരെ തിരിഞ്ഞു. ആ ഒരു ആഴ്ചയിൽ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് അഭിഷേക് പറയുന്നു. എന്നാലും ഞാൻ എല്ലാ ആളുകൾക്കും സോറി കൊടുക്കുന്നു എന്ന് അഭിഷേക് പറയുന്നു. എടുത്തൊരാളെ പറയേണ്ടതുകൊണ്ട് റസ്മിന്റെ പേരാണ് പറയുന്നത്. എൻ്റെ പിള്ളേരെ പറയുന്നോടാ എന്നൊക്കെ ചോദിച്ചിട്ട് റസ്മിൻ എന്ന് ചാടി വീണിരുന്നു. ഋഷി അപ്സരയാണ് പറയുന്നത്. പതിവായിട്ട് മോർണിംഗ് ആക്ടിവിറ്റികളിൽ ഋഷി അപ്സരയും അൻസിബ അപ്സരയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഋഷി പറയുന്നത് ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടു, ഞാൻ ഈ ഒരു അവസരത്തിൽ സോറി പറയുകയാണ്. അതേപോലെ തന്നെ ഋഷിയെ ഹേർട്ട് ചെയ്യാനായിട്ട് വേറെ ഒരാൾക്കും പറ്റില്ല, അൻസിബയ്ക്ക് മാത്രമേ പറ്റുള്ളൂ, അത്രയധികം സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെയാണ് ഋഷി അവിടെ പറയുന്നത്. അതിനുശേഷം നന്ദന വരുന്നു. നന്ദന വന്ന സമയത്ത് പവർ റൂമിൽ കയറുന്ന ഒരു പ്ലാൻ സായിയോട് പറഞ്ഞിരുന്നു. സായിയെ വളരെയധികം സ്നേഹിച്ച ഒരു ബ്രദറായിട്ട് കണ്ട ഒരു സാഹചര്യത്തിൽ പോലും സായി അത് പുറത്തു പറഞ്ഞു. അത് പുറത്തു പറഞ്ഞപ്പം തനിക്കത് വലിയൊരു അടിയായി. പല ആളുകളും തന്നോട് ചോദിച്ചു സായി പിന്നിൽ നിന്ന് കുത്തി അല്ലേ എന്നുള്ള കാര്യം. എന്നാൽ അത് പറഞ്ഞ് സെറ്റായി. ഈ ഒരു അവസരത്തിൽ അത് പറയേണ്ടതുകൊണ്ട് മാത്രം പറയുന്നു എന്ന് പറയുന്നു. സിജോ നോറയാണ് പറയുന്നത്. സിജോ നോറയെ ടാർഗറ്റ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ സിജോ നോറയ്ക്ക് സമാധാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം റോക്കിയും സിജോയുമായിട്ടുള്ള ഒരു ഇഷ്യൂ അതിവിടെ വീണ്ടും പറയുന്നുണ്ട്. ക്രെഡിറ്റ് എടുത്തു. എന്തിൻ്റെയാണ് ക്രെഡിറ്റ് എടുത്തത്? മറ്റേ സ്ട്രൈക്കിൻ്റെ ക്രെഡിറ്റ് എടുത്തു. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് എടുക്കുന്ന ഒരാളാണ് സിജോ എന്നൊക്കെ നോറ പിന്നീട് വന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്തു. കാണാത്ത കാര്യം പലയിടത്ത് പോയി പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് നോറ എന്ന് സിജോ പറയുന്നുണ്ട്. നല്ല സമയമെടുത്ത് തന്നെ പറയുന്നുണ്ട്. ശരണ്യയും അതേപോലെ തന്നെ നോറയാണ് പറയുന്നത്. ഋഷിയായിട്ടുള്ള ആ ഒരു ഇഷ്യൂ ഉണ്ടാവാനായിട്ട് പ്രധാന കുത്തിത്തിരിപ്പ് നോറയാണ് നടത്തിയത് എന്നൊക്കെ ശരണ്യ ആരോപിക്കുന്നുണ്ട്. അതേപോലെ അതിനേക്കാളും പ്രധാനപ്പെട്ടതായിട്ട് ശരണ്യ ഇന്നിവിടെ പറയാൻ വേണ്ടി വന്നത് ജാൻമണിയുടെ ഒരു കേസാണ്. ജാൻമണിയെ കുറിച്ചിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നോറ. അതിനകത്ത് കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. നോറ പറഞ്ഞ പോയിന്റുകൾ എല്ലാം ഒന്നും ഞാൻ നിരാകരിക്കുന്നില്ല. നോറ അതിനകത്ത് പറഞ്ഞ ഒരു പോയിന്റ് നമ്മളെല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു പോയിന്റാണ്. ജാൻമണി എല്ലാ ആൾക്കാരും പാമ്പർ ചെയ്യുന്നു. ജാൻമണിയോട് ഒരു പേടി പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ ശരണ്യ പറയുന്നുണ്ട്, ശരണ്യയുടെ പേര് എടുത്തു പറഞ്ഞു. ജാൻമണിയോട് ശരണ്യയ്ക്ക് ആക്ച്വലി പേടിയല്ലായിരുന്നു ഉണ്ടായിരുന്നത്, ജാൻമണിയുടെ സ്വഭാവം പറഞ്ഞിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു അത്. അതുകൊണ്ട് നോറ എന്ന് പറയുന്നു. അത് ഹേർട്ട് ചെയ്തു. അതുകൊണ്ട് നോറയാണ് തന്നെ ഹേർട്ട് ചെയ്തത്. അർജുൻ ജിൻഡോയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അർജുൻ ജിൻഡോയോട് പറഞ്ഞ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ജിൻഡോ പുറത്ത് പറഞ്ഞു. ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പുറത്ത് പറഞ്ഞു. അത് തന്നെ വളരെയധികം ഹേർട്ട് ചെയ്തു. ജാസ്മിൻ ഗബ്രിയാണ് പറയുന്നത്. ഗബ്രിയാണ് തന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള ആൾ. ഗബ്രിക്ക് മാത്രമേ തന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഗബ്രിയാണ് തന്നെ അത്രയധികം സ്നേഹിക്കുന്നത്. ബാക്കിയുള്ള ഒരാൾക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പം ഗബ്രി എന്തോ പറഞ്ഞപ്പോഴത്തെ അതിപ്പോൾ എല്ലാ ദിവസവും ജാസ്മിന് ഗബ്രി എന്തെങ്കിലും ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. അൻസിബ ഒരു ദീർഘ പ്രസംഗമാണ് നടത്തുന്നത്. അൻസിബയ്ക്ക് ദേഷ്യമാണ്. അൻസിബയെ പുറത്തു വിടാത്തതിൻ്റെ ദേഷ്യം അൻസിബ എല്ലാ ആൾക്കാരുടെ അടുത്തും കാണിക്കും. അതുകൊണ്ട് അൻസിബയ്ക്ക് പേടിയൊന്നുമില്ല. വളരെ ജെന്യുവനായിട്ട് ഓപ്പണായിട്ട് എല്ലാ ദേഷ്യവും അങ്ങോട്ട് തുറന്നങ്ങോട്ട് പറയും. അപ്പോൾ ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരാളാണ്, മോളെ കുട്ട എന്നൊന്നും എന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് അൻസിബ പറയുന്നു. കാരണം അൻസിബയ്ക്ക് ജാസ്മിനെക്കാളും പ്രായമുണ്ട്. അതൊക്കെ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. അൻസിബ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള മുതിർന്ന ആൾക്കാർ സംസാരിക്കുന്നത് പോലെയാണ്. ഇപ്പം നമ്മളെയൊന്നും അങ്ങനെ എന്താ പറയുന്നത്, ഈ രീതിയിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയത്തുള്ളൂ, അല്ലാതെ ബഹുമാനം പിടിച്ചു വാങ്ങുന്ന ഒരു ടൈപ്പ് അല്ലല്ലോ. അപ്പം അൻസിബ കുറച്ചും കൂടെ ഒരു പക്ക ഓർത്തഡോക്സ് ടൈപ്പാണെന്ന് തോന്നുന്നു. ജിൻഡോയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അർജുനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഗബ്രിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഗബ്രി ആദ്യ ആഴ്ചയിൽ അത് ഞാൻ മറന്നുപോയി, അൻസിബയോട് എന്തോ ചെയ്തിരുന്നു, അപ്പം അത് അൻസിബ ഒത്തിരി അത് ഹേർട്ട് ചെയ്തു. ഗബ്രി വന്നിട്ട് പിന്നെ അതിന് സോറി ചോദിക്കുന്നതും നമ്മൾ ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ കണ്ടതാണ്. അത്രയധികം പബ്ലിക്കായിട്ട് സോറി ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ജിൻഡോ അർജുനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ തന്നെ ഉപദ്രവിക്കുന്ന ഒരു രീതി ഉണ്ടായി. അതേപോലെ അർജുനെ സ്ഥിരമായിട്ട് മോർണിംഗ് ആക്ടിവിറ്റികളിൽ പറയുന്നത് നമ്മൾ കണ്ടതായിരുന്നല്ലോ. അർജുൻ ആ ഒരു പവർ റൂമിലേക്ക് കയറിയ ആ ഒരു മൊമെന്റ് തൊട്ട് തന്നെ. പിന്നെ ഗബ്രിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, മറ്റേ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ഒരു ഉപദേശം ശരീരത്തെ തൊട്ട് കൊടുത്ത സമയത്ത് ഗബ്രി അത് വേറെ ഒരു രീതിയിലേക്ക് ആക്കിയിരുന്നു എന്നുള്ളതാണ് ജിൻഡോയുടെ ഒരു ആരോപണം. അതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. ഈ ഗബ്രി ഒരുമാതിരി ഭയങ്കര മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ഒരുമാതിരി അയിത്തം പോലെയൊക്കെ ജിൻഡോയുടെ അടുത്ത് പെരുമാറുന്നു. എന്നെ തൊടരുത് അതൊരു മോശമായിട്ടുള്ള അപ്രോച്ചാണ്. അത്രയധികം വലിയൊരു സംഭവം നമ്മളൊന്നും ലൈവിൽ കണ്ടില്ല. ഗബ്രി വരുന്നു, വീണ്ടും ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്നു, എന്നെ തകർക്കാൻ ജാസ്മിന് മാത്രമേ പറ്റത്തുള്ളൂ, ജാസ്മിൻ ഒരിക്കലും എന്നെ അങ്ങനെ തകർത്തിട്ടില്ല. നമുക്കറിയാം ജാസ്മിൻ അത്രയധികം കെയർ ചെയ്ത് കൈവെള്ളയിലാണ് ഗബ്രിയെ കൊണ്ടു നടക്കുന്നത്. പക്ഷെ ഗബ്രി അങ്ങനെയല്ല. ഗബ്രി ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു സുപ്പീരിയോറിറ്റി കാണിക്കുന്ന ഒരാളാണ്. എന്നിട്ട് കടന്നു കയറുകയാണ്. ഇപ്പോൾ കൂടുതൽ സ്നേഹിക്കുന്ന ആളുടെ അടുത്ത്, അത് ജാസ്മിൻ ആവുന്ന സമയത്ത് പട്ടിയെ പോലെയാണ് ഗബ്രി പലപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ജാസ്മിൻ ഗബ്രി ഇങ്ങനെ വാവാച്ചിനെ പോലെ കൊണ്ടു നടക്കുകയാണ്. ഗബ്രി അൻസിബയോട് സോറി ചോദിക്കുകയാണ്. അൻസിബയോട് പബ്ലിക്കായിട്ട് സോറി പറയുകയാണ്. അത് തൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റാണ്, എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ സോറി ചോദിക്കുന്നു എന്നൊക്കെ ഗബ്രി പറയുന്നു. സര വരുന്നു, ഋഷിയുടെ സോറി അക്സെപ്റ്റ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നീട് വിങ്ങി പൊട്ടി പറയുകയാണ്, നന്ദനയുടെ ബർത്ത്ഡേ പരിപാടി പുറത്ത് നടക്കുന്ന സമയത്ത് കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ഒച്ച താൻ ബാത്റൂമിൽ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് താനിങ്ങനെ ആഗ്രഹിച്ചു, ആരെങ്കിലും തന്നെ വിളിക്കും, ആരും വിളിച്ചില്ല. ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേന് എല്ലാ പരിപാടിയും കഴിഞ്ഞു, എനിക്ക് അത്രയധികം വിഷമമായെന്നൊക്കെ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി പറയുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ശരണ്യ പറയുന്നുണ്ട്, നിന്നെ വിളിച്ചാണ്, നീ സമ്മതിച്ചാണ്, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അപ്സരയോട് നേരത്തെ പറഞ്ഞാണ്, അപ്സര അതിൻ്റെ ഇടയ്ക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പോയത്. ശ്രീതു ശരണ്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതെനിക്ക് ആക്ച്വലി കറക്റ്റായിട്ട് മനസ്സിലായില്ല. റസ്മിൻ ഗബ്രിയാണ് പറയുന്നത്, ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള അലമ്പുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ റസ്മിനും ഗബ്രിയായിട്ടുള്ള ഇഷ്യൂ ജാസ്മിനെ ചൊല്ലിയുള്ളതാണ്. ജാസ്മിന് ചില സാധനങ്ങൾ തന്നെക്കുറിച്ച് ഇട്ട് കൊടുക്കുന്നത് റസ്മിനാണ് എന്ന ധാരണ ഗബ്രിക്കുണ്ട്. അതുകൊണ്ട് ഗബ്രി റസ്മിനെ കുറിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ ഒരു കാര്യമാണ് റസ്മിൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കി ആക്ടിവിറ്റികളൊക്കെ ഉണ്ടായിരിക്കും. നാളെ ഏതായാലും കംപ്ലീറ്റ് ശോകമുഖമായിട്ടുള്ള ഡേ ആണല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ശനിയാഴ്ച പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇന്ന് ഈ ജയിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ട വലിയ പ്ലാനിങ് ഒക്കെ അഭിഷേക് നടത്തുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ളത് ജയിലിൽ സ്പേസ് കിട്ടുന്നു, അത് തടയണമെന്നുള്ളതാണ്. ജയിലിൽ സ്പേസ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ജയിലിൽ സ്പേസ് കിട്ടുന്നത് ജയിലിൽ അല്ലാതെ വേറൊരു ആക്ടിവിറ്റി ആ സമയത്ത് നടക്കാത്തത് കൊണ്ടാണ്. ജയിലിൽ പോയി കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ ചേർന്ന് കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത രണ്ടാളുകളെയൊക്കെ വിടാനായിട്ട് വേണമെങ്കിൽ ശ്രമിക്കാവുന്നതാണ്. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജയിലിലേക്ക് വിടാം. അൺഫെയർ എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോൾ വേണമെങ്കിലും ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ ജയിൽ നോമിനേഷൻ നല്ലൊരു ഗെയിമായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള സംഗതികളാണ്. കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ അങ്ങനെയുള്ള ചില ജയിൽ നോമിനേഷൻസ് കണ്ടിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.